സംസ്ഥാനതല പ്രൊലൈഫ് ദിനാഘോഷങ്ങൾക്ക് തലശ്ശേരിയിൽ ഉജ്ജ്വല തുടക്കം. KCBC പ്രൊലൈഫ് സമിതിയുടെ 2026 സംസ്ഥാനതല ആഘോഷങ്ങളാണ് തലശ്ശേരി അതിരൂപത പാസ്റ്ററൽ സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ചത്. ജീവസംരക്ഷണം സാമൂഹ്യ നന്മയ്ക്ക് എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചായിരുന്നു ഇത്തവണത്തെ പരിപാടികൾ. തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പാലക്കുഴി അർപ്പിച്ച വിശുദ്ധ കുർബാനയോടെയാണ് പ്രൊലൈഫ് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് KCBC പ്രൊലൈഫ് സമിതി സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ ചൂരപ്പറമ്പിൽ പതാക ഉയർത്തി. സുൽത്താൻ ബത്തേരി രൂപത ബിഷപ്പ് ജോസഫ് മാർ തോമസ് അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ജീവനോട് തുറവിയുള്ള സംസ്കാരത്തിന്റെ വക്താക്കളായി നമ്മുടെ യുവജനങ്ങളെ മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് നമ്മളെല്ലാം കഴിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കല്യാണത്തെ ക്രിസ്ത്യാനികൾ കരുതുന്നത്. എല്ലാം കഴിക്കുന്നത് വല്ലോ ലഡുവോ ജിലേബിയോ പായസമോ ഒക്കെ. കല്യാണം കഴിക്കുന്നെങ്കിൽ അതതിന്റെ സമയത്ത് കഴിയും. KCBC പ്രൊലൈഫ് സംസ്ഥാന സമിതി ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ യൗസേബിയൂസ് ഓൺലൈൻ സന്ദേശം നൽകി. ചടങ്ങിൽ വിവിധ രൂപതകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തു. തലശ്ശേരി അതിരൂപത പ്രൊലൈഫ് സമിതി ഡയറക്ടർ ഫാദർ ജോബി കോവാട്ട്, ഫാദർ ഡോക്ടർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ, സുനിൽ ലോറൻസ് കടിക്കാട്, സിറോ മലബാർ പ്രൊലൈഫ് അപ്പസ്തോലൈറ്റ് സെക്രട്ടറി ജോയ്സ് മുക്കടം, കൾച്ചറൽ ഫോറം കോർഡിനേറ്റർ ആന്റണി പത്രോസ് തുടങ്ങിയവർ സംസാരിച്ചു. ദൈവ മഹത്വമുള്ള കുടുംബങ്ങളിലാണ് ജീവൻ പരിരക്ഷിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. പരിശുദ്ധ മാതാവിന്റെ തിരുനാൾ പ്രത്യേകമായിട്ട് നമ്മള് ആഘോഷിക്കുന്ന വചന പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം അവിടെ ഒരു ജീവന്റെ ആരംഭമാണ് കുറിക്കുന്നത്. രക്ഷാകരമായ ജീവന്റെ ആരംഭം. അത് സംരക്ഷിക്കപ്പെട്ട കുടുംബമാണ് ലോകത്തിലെ ഏറ്റവും നല്ല ക്രിസ്തീയ കുടുംബം. ഒന്നാമത്തെ ക്രിസ്തീയ കുടുംബം എന്ന് പറയുന്നത് നസ്രയത്തിലെ യോസപിതാവും മാതാവും ആരംഭിച്ച കുടുംബം, യേശുവുള്ള കുടുംബം. അത് വിശ്വാസത്തിന്റെ, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, കൂട്ടായ്മയുടെ ഒക്കെ നല്ല കുടുംബമായി. തലശ്ശേരി അതിരൂപതയുടെ പ്രോലൈഫ് പ്രസ്ഥാനത്തിന് കീഴിൽ ഒരുപാട് ജീവസംരക്ഷണ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നേറുന്നത്. താരാട്ട് എന്ന പേരിൽ 4ാമത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരുങ്ങുന്ന സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പ്രസവ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതി. കരുതൽ എന്ന പേരിൽ 30ലേറെ കുടുംബങ്ങൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതി. അതുപോലെ കൈത്താങ്ങ് എന്ന പേരിൽ 4 അതിൽ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള വലിയ കുടുംബങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ അവർക്ക് സാമ്പത്തിക സഹായം എത്തിക്കുന്ന പദ്ധതി. ഇങ്ങനെ വിവിധങ്ങളായ പദ്ധതികളിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2027 പ്രൊലൈഫ് ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന പാറശാല രൂപതയ്ക്ക് വേണ്ടി ഭാരവാഹികൾ പതാക ഏറ്റുവാങ്ങി. ജീവന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കാനുള്ള കർമ്മ പദ്ധതികളുമായി പുതിയ വർഷത്തിലേക്ക് സമിതി ചുവടുവെക്കുകയാണ്.